ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. MES മമ്പാട് കോളേജിലെ BA BSc മലയാളം കോമൺ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 2ാം സെമസ്റ്ററിൽ ചിന്താവിഷ്ടയായ സീത എന്ന കാവ്യത്തിൻ്റെ ചെറിയൊരു ഭാഗം പഠിക്കാനുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ ഈ കാവ്യഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആദ്യം കുമാരനാശാനെക്കുറിച്ച് ലഘുവായ ഒരു വിവരണവും കവിതയുടെ ഒരു പശ്ചാത്തലവും പറഞ്ഞതിന് ശേഷം നമുക്ക് കാവ്യഭാഗത്തേക്ക് കടക്കാം. എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മലയാള കവിതയിൽ യുഗപരിവർത്തനം സൃഷ്ടിച്ച മഹാകവിയാണ് കുമാരനാശാൻ. കവിയും സാമൂഹ്യ പരിഷ്കർത്താവും വിപ്ലവകാരിയായുമൊക്കെ കേരള സാംസ്കാരിക മണ്ഡലത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭാധനൻ. മഹാകാവ്യമെഴുതാതെ മഹാകവിയായ മഹാൻ. മലയാള കാവ്യലോകത്തിൻ്റെ ആധുനികമായ ചിന്താഗതികളും ദർശനങ്ങളും അവതരിപ്പിക്കപ്പെട്ട ഒരു കാലത്തിൻ്റെ പ്രതിനിധി കൂടിയാണ് കുമാരനാശാൻ. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്നിവരെ നമ്മൾ വിളിച്ചു പോരുന്നത് ആധുനിക കവിത്രയം എന്ന പേരിലാണല്ലോ. അവർ മലയാള കാവ്യലോകത്തിന് സമ്മാനിച്ച കാവ്യദർശനങ്ങളുടെയും സംഭാവനകളുടെയും പേരിലാണ് നാം അവരെ ആധുനിക കവിത്രയം എന്ന് വിളിക്കുന്നത്. കുമാരനാശാൻ 1873 കായിക്കരയിലാണ് ജനിച്ചത്. ഏപ്രിൽ 12 അദ്ദേഹത്തിൻ്റെ ജന്മദിനം. അന്നത്തെ സമ്പ്രദായമനുസരിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ സംസ്കൃത സാഹിത്യവും ശാസ്ത്രവുമൊക്കെ പഠിച്ചു അദ്ദേഹം. 14ാം വയസ്സിൽ അധ്യാപക വൃത്തി സ്വീകരിച്ചതിനാലാണ് അദ്ദേഹത്തെ ആശാൻ എന്ന് വിളിച്ചു പോന്നത്. തൻ്റെ 19ാമത്തെ വയസ്സിൽ ശ്രീനാരായണ ഗുരുവുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചതോടുകൂടി ആശാൻ്റെ ജീവിതത്തിന് പുതിയ വഴിത്തിരിവുകളുണ്ടായി. ഇംഗ്ലീഷ് പഠനവും ബംഗാളി ഭാഷയിലും സാഹിത്യത്തിലുമുള്ള അറിവും അദ്ദേഹത്തിൻ്റെ കാവ്യജീവിതത്തിന് പുതിയ വീക്ഷണങ്ങൾ നൽകുകയുണ്ടായി. ശ്രീനാരായണ ഗുരുവിൻ്റെ ആജ്ഞപ്രകാരം ഡോക്ടർ പൽപുവിൻ്റെ ചുമതലയിൽ ബാംഗ്ലൂരിലും കൽക്കത്തയിലുമൊക്കെയായി ഉപരിപഠനം നടത്തിയ ആശാൻ ബംഗാളി നവോത്ഥാനത്തിൻ്റെ അലയൊലികളെ സ്വന്തം കാവ്യജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർത്തു. 1902 SNDPയുടെ കാര്യദർശിയായി ശ്രീനാരായണ ഗുരു ആശാനെയാണ് തിരഞ്ഞെടുത്തത്. ഏതാനും ശൃംഗാര ശ്ലോകങ്ങളിലും സ്തോത്രകൃതികളിലും മാത്രം ഒതുങ്ങി നിന്നിരുന്ന കുമാരനാശാനെ മലയാള കാവ്യരംഗത്തിൻ്റെ കീർത്തിപഥത്തിലേക്ക് വഴിതിരിച്ചു വിട്ടത് ശ്രീനാരായണ ഗുരുവാണ്. 1907 മിതവാദി എന്ന ഒരു മാസികയിലാണ് വീണപൂവ് എന്ന ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു കാവ്യം പ്രസിദ്ധീകരിക്കുന്നത്. കാൽപ്പനിക പ്രസ്ഥാനം മലയാളത്തിൽ ചുവടുറപ്പിക്കുന്നത് തന്നെ വീണപൂവിന് ശേഷമാണ്. അതിനെ തുടർന്ന് നളിനി, ലീല, പ്രരോദനം, ചണ്ഡാലഭിക്ഷുകി, ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ, ശ്രീബുദ്ധചരിതം, ബാലരാമായണം, കരുണ തുടങ്ങിയ കൃതികൾ രചിച്ചു. ആശാൻ്റെ മാസ്റ്റർ പീസ് എന്ന് നിരൂപകരാൽ വാഴ്ത്തപ്പെട്ട ഒരു കാവ്യമാണ് നളിനി. ഈ കാവ്യത്തിന് അവതാരിക എഴുതിയത് AR രാജരാജവർമ്മയാണ്. ആദർശാത്മകമായ ഒരു പ്രണയകഥയാണ് നളിനിയെങ്കിൽ പിന്നീട് വന്ന ലീല എന്ന കാവ്യം ലൗകിക സ്വഭാവമുള്ള ഒരു പ്രണയകഥയാണ്. അതിനുശേഷം ഉത്തരരാമായണത്തിലെ സീതയെ നായികയാക്കി രചിച്ച കാവ്യമാണ് ചിന്താവിഷ്ടയായ സീത. അതിലെ ചെറിയൊരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ജാതി വ്യവസ്ഥയുടെ ക്രൂരതയെ നിശിതമായി വിമർശിക്കുന്ന കവിതകളാണ് ചണ്ഡാലഭിക്ഷുകിയും ദുരവസ്ഥയും. കവിയുടെ ഏറ്റവും അവസാനത്തെ കൃതിയാണ് കരുണ. 1924 ജനുവരി 26 പല്ലനയാറ്റിലുണ്ടായ ഒരു ബോട്ടപകടത്തിൽപ്പെട്ട് തൻ്റെ 51ാം വയസ്സിൽ ആശാൻ അന്തരിച്ചു. ആശാൻ്റെ ഈ കൃതികളെല്ലാം തന്നെ ഖണ്ഡകാവ്യങ്ങളാണ്. കവിത്രയത്തിൻ്റെ ഈ കാലഘട്ടത്തിലാണ് ഖണ്ഡകാവ്യശാഖയുടെ സുവർണ കാലഘട്ടം എന്ന് പറയാം. 1895 മലയവിലാസം എന്ന ഒരു കൃതി എഴുതിക്കൊണ്ട് ആധുനിക ഖണ്ഡകാവ്യങ്ങൾക്ക് തുടക്കം കുറിച്ചത് AR രാജരാജവർമ്മയാണ്. എങ്കിലും മലയാള സാഹിത്യത്തിൽ ലക്ഷണമൊത്ത ആദ്യത്തെ ഖണ്ഡകാവ്യം എന്ന് അടയാളപ്പെട്ടത് കുമാരനാശാൻ്റെ വീണപൂവ് എന്ന കൃതിയാണ്. എന്താണ് ഖണ്ഡകാവ്യത്തിൻ്റെ പ്രത്യേകത? ഭാവതീവ്രത, അതാണ് അതിൻ്റെ മുഖമുദ്ര. ഖണ്ഡകാവ്യത്തിലെ കഥ ഒരു ഇതിവൃത്തത്തിൻ്റെ രൂപത്തിലായിരിക്കും ആവിഷ്കരിക്കുന്നുണ്ടാവുക. ഒരു കഥ പറയാനുണ്ടാവും. ഭാവഗീതങ്ങളുടെ സ്വഭാവമായിട്ടുള്ള ഭാവതീവ്രത, അതുപോലെ തന്നെ ആഖ്യാന സ്വഭാവം,
ഒരു കഥ പറയുന്ന മട്ട്, ഇതൊക്കെ ഒത്തുചേരുന്ന ഒരു കാവ്യരൂപമാണ് ഖണ്ഡകാവ്യം എന്ന് പറയുന്നത്. ഇതിവൃത്തത്തിലെ തന്നെ വികാരപ്രധാനമായിട്ടുള്ള ഭാഗത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് ഏറെ മിഴിവോടെ അവതരിപ്പിക്കുകയും ബാക്കി ഭാഗങ്ങളൊക്കെ സൂചിപ്പിക്കുകയും അല്ലെങ്കിൽ വളരെ ചുരുക്കി അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇതിലുള്ളത്. അതിൽ നാടകീയതയും വികാരപൂർണതയും ഒക്കെ ഉണ്ടാവും. ഏതെങ്കിലും ഒരു കഥയോ സന്ദർഭമോ ഐതിഹ്യമോ ഒക്കെ ആയിരിക്കും ഇതിൻ്റെ വിഷയമായി സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടാവുക. ആശാൻ്റെയും വള്ളത്തോളിൻ്റെയും ഉള്ളൂരിൻ്റെയും ഒക്കെ ഖണ്ഡകാവ്യങ്ങൾ മലയാള ഭാഷയ്ക്ക് തന്നെ മുതൽക്കൂട്ടാണ്. പൗരാണിക കഥാപാത്രങ്ങളെ മുൻനിർത്തിയാണ് വള്ളത്തോൾ തൻ്റെ ഖണ്ഡകാവ്യങ്ങൾ സ്വീകരിച്ചത്. എങ്കിൽ പോലും അവയുടെ അന്തർഭാവത്തിന് കാര്യമായിട്ടുള്ള വ്യതിയാനമൊന്നും വരുത്താതെ ആവിഷ്കരിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. കുമാരനാശാനാവട്ടെ തൻ്റെ ഖണ്ഡകാവ്യങ്ങളിൽ പൗരാണികതയെ മാത്രമല്ല ബൗദ്ധ ദർശനങ്ങളും നവോത്ഥാന ആശയങ്ങളും കൂടി കവിതയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആധുനിക കവിത്രയത്തിന് ശേഷം ഖണ്ഡകാവ്യ പ്രസ്ഥാനം മുരടിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം വന്നവർ ഭാവഗീതങ്ങളോട് ഒരു പ്രത്യേക ആഭിമുഖ്യം പുലർത്തിയിരുന്നു എന്നുകൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. നമുക്ക് ചിന്താവിഷ്ടയായ സീത എന്ന കാവ്യത്തിലേക്ക് കടക്കാം. കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീത എന്ന കൃതിക്ക് 2019 100 വർഷം തികയുന്നു. 1914 എഴുതാൻ ആരംഭിച്ച കൃതി 1919 പൂർത്തിയാക്കിയത്. മലയാള ഖണ്ഡകാവ്യശാഖയിൽ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു കൃതി തന്നെ ഉണ്ടാവില്ല. രാമായണത്തിലെ ഒരു കഥാസന്ദർഭത്തിൽ നിന്നുമാണ് ചിന്താവിഷ്ടയായ സീതയുടെ ആശയം കുമാരനാശാൻ സ്വീകരിച്ചത്. ശ്രീരാമനാൽ പരിത്യജിക്കപ്പെട്ട സീതയെ വാൽമീകി അവതരിപ്പിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് കുമാരനാശാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. വാൽമീകി രാമായണത്തിൽ നാം കാണുന്ന സീത തന്നെ ഉപേക്ഷിച്ച രാമനോട് പരിഭവിക്കാതെ തൻ്റെ മക്കളെ വളർത്തി വാൽമീകിയുടെ ആശ്രമത്തിൽ കഴിയുന്നവളാണ്. എന്നാൽ ആശാൻ്റെ സീതയോ രാമനെ തങ്ങളുടെ ദാമ്പത്യത്തെ, രാജാധികാരത്തെ നിർദാക്ഷിണ്യം വിചാരണ ചെയ്യുന്നവളാണ്. സീതയെ കേന്ദ്രസ്ഥാനത്ത് നിർത്തി രാമായണത്തെ പുനർവായനയ്ക്ക് വിധേയമാക്കിയ ഒരു കൃതിയാണ് ചിന്താവിഷ്ടയായ സീത. ആ രീതിയിൽ മലയാളത്തിലെ ആദ്യത്തെ സ്ത്രീപക്ഷ കവിത കൂടിയാണ് ഇത് എന്ന് പറയേണ്ടി വരുന്നു. ഭർതൃപാദങ്ങളെ കേവലമായി പിന്തുടരുന്നവളല്ല ഈ ഖണ്ഡകാവ്യത്തിലെ സീത. സ്വന്തമായ അസ്തിത്വമുള്ളവളാണ്. അധികാര കേന്ദ്രങ്ങളെ ചോദ്യം ചെയ്യാൻ കെൽപ്പുള്ളവളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കൃതിയുടെ കാലിക പ്രസക്തിയും എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. പിൽക്കാലത്ത് മലയാളക്കരയിലുണ്ടായിട്ടുള്ള സ്ത്രീ മുന്നേറ്റങ്ങളുടെ നാന്ദിയായ, അതിന് തുടക്കം കുറിച്ച ചിന്താവിഷ്ടയായ സീതയുടെ 100ാം വാർഷികത്തിന് ശേഷമാണ് നാം ഈ കവിത പഠിക്കുന്നത് എന്നുകൂടി ഈ സമയത്ത് ഓർക്കാവുന്നതാണ്. നൂറ്റാണ്ടുകളായി ഇന്ത്യൻ ജീവിതത്തിൽ അഗാധ മുദ്ര പതിപ്പിച്ച ഒരു കൃതിയാണല്ലോ രാമായണം എന്ന് പറയുന്ന കാവ്യം. ആദ്യ കാവ്യമായി കരുതപ്പെടുന്ന വാൽമീകി രാമായണത്തിൽ മാത്രമല്ല രാമകഥ ആഖ്യാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയിലെ പല ഭാഷകളിൽ അത് രചിക്കപ്പെട്ടിട്ടുണ്ട്. വാമൊഴി വഴക്കത്തിലൂടെ നാടോടി വാഗ്മയങ്ങൾ മുതൽ മഹാകാവ്യങ്ങൾ വരെയാണ് അത് പടർന്ന് പന്തലിച്ച് കിടക്കുന്നത്. വാൽമീകിയുടെ രാമൻ ദൈവമല്ല. വാൽമീകിയുടെ രാമൻ പുരുഷനാണ്. മര്യാദ പുരുഷോത്തമൻ എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് വാൽമീകി അവതരിപ്പിക്കുന്ന രാമൻ. ഒരു മനുഷ്യൻ എന്ന നിലയിൽ രാമന് ഒരുപാട് ഗുണഗണങ്ങളുണ്ട്, ഒരുപാട് പോരായ്മകളുമുണ്ട്. രാമനെ ദൈവമായി അവതരിപ്പിക്കുന്ന അധ്യാത്മ രാമായണത്തെയല്ല, രാമനെ മനുഷ്യനായി അവതരിപ്പിക്കുന്ന വാൽമീകി രാമായണത്തെയാണ് കുമാരനാശാൻ ഉപയോഗപ്പെടുത്തിയത് എന്നതാണ് അതിൻ്റെ സവിശേഷത. കുമാരനാശാൻ്റെ പ്രിയപ്പെട്ട ഒരു കാവ്യമായിരുന്നു വാൽമീകി രാമായണം. വാൽമീകി രാമായണത്തിൻ്റെ ആരണ്യകാന്ഡം വരെയുള്ള ഭാഗങ്ങളുടെ ഏറ്റവും ലളിതമനോഹരമായിട്ടുള്ള പദ്യാഖ്യാനം കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി, വായിക്കാൻ വേണ്ടി ബാലരാമായണം എന്ന പേരിൽ കുമാരനാശാൻ പ്രസിദ്ധപ്പെടുത്തിയിരുന്നുവല്ലോ. അതുകൂടി ഈ സന്ദർഭത്തിൽ ഓർക്കാവുന്നതാണ്. രാമായണത്തെയും രാമനെയും പ്രശ്നവൽക്കരിക്കുന്ന ഒരു കാവ്യമാണ് കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീത. രാമായണം എന്ന കാവ്യം ഏറെ രാഷ്ട്രീയ അർത്ഥങ്ങളുള്ള ഒരു കൃതിയായിട്ടാണ് നിരൂപകരൊക്കെ കാണുന്നത്. ഇന്ത്യയുടെ ജീവിതത്തെ സ്വാധീനിച്ചു തുടങ്ങിയതിൽ പിന്നെ അതിന് ഒട്ടേറെ രാഷ്ട്രീയ മാനങ്ങളുണ്ടായിട്ടുണ്ട്. രാമനും രാമകഥയുമൊക്കെ ആ നിലയിൽ രാഷ്ട്രീയ ഉപകരണമായി പല കാലങ്ങളിൽ മാറിയിട്ടുണ്ട്. സമീപകാലത്ത് അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. സമീപകാലത്ത് ഏറ്റവും പ്രകടമായ
ഏറ്റവും സ്ഥൂലമായ പ്രത്യക്ഷ രാഷ്ട്രീയത്തെയാണ് അത് മുന്നോട്ട് വയ്ക്കുന്നത് എന്നതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഇന്ത്യൻ ബഹുസ്വരതയെ നിഷ്പ്രഭമാക്കുന്ന വിധത്തിലേക്ക് അതിൻ്റെ പ്രകടനപരത എത്തി നിൽക്കുന്നു എന്നതും ഈ കാലത്ത് കൂട്ടിച്ചേർത്ത് വായിക്കാവുന്നതാണ്. ഈ രാമായണങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീക്ഷണമാണ് ചിന്താവിഷ്ടയായ സീത എന്ന കാവ്യത്തിലൂടെ കുമാരനാശാൻ അവതരിപ്പിക്കുന്നത്. ഭിന്നമായ, തികച്ചും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സ്വരത്തെയാണ് ഈ കാവ്യം ഉൽപ്പാദിപ്പിക്കുന്നത്. അത് പിൽക്കാലത്ത് സ്ത്രീവാദ രാഷ്ട്രീയം എന്ന് പറയുന്ന സ്ത്രീവാദപരമായിട്ടുള്ള ആലോചനകൾക്കൊക്കെ തുടക്കം കുറിക്കുന്ന ഒന്നാണ്. ആ അർത്ഥത്തിൽ അത് സൂക്ഷ്മ രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്വരമാണ് പ്രകടിപ്പിക്കുന്നത്. ശ്രീരാമനെ സീത വിമർശിക്കുകയാണ്. അധ്യാത്മരാമായണത്തിലെ സീത രാമനെ അനുസരിക്കുന്നവളാണ്, രാമനോട് എതിർത്ത് ഒരു വാക്കുപോലും പറയാൻ ശക്തിയില്ലാത്തവളാണ്. എന്നാൽ ചിന്താവിഷ്ടയായ സീത തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഇവിടെ ശ്രീരാമനെ സീത വിമർശിക്കുമ്പോൾ ഇന്ത്യൻ സ്ത്രീ മനസ്സ് ഇന്ത്യയുടെ പുരുഷാധിപത്യ വ്യവസ്ഥയെ തന്നെയാണ് വിമർശിക്കുന്നത്. ആ പുരുഷാധിപത്യമാകട്ടെ ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയുടെ സുദീർഘമായിട്ടുള്ള യാഥാസ്ഥിതികത്വത്തെ പിന്തുടരുന്ന ഒന്നാണ്. രാമായണത്തിൻ്റെ അടിസ്ഥാന പാഠം എന്ന് പറയുന്നത് തന്നെ പുരുഷാധിപത്യപരമാണ്. ആ പുരുഷാധിപത്യം എന്ന് പറയുന്നതോ ബ്രാഹ്മണാധിപത്യത്തിന് വിധേയവുമാണ്. ആ പുരുഷാധിപത്യത്തെയാണ്, ആ ബ്രാഹ്മണാധിപത്യത്തെയാണ് സീത ഇവിടെ വിമർശിക്കുന്നത്. അതായത് കുമാരനാശാൻ്റെ സീത വിമർശിക്കുന്നത്. സീതയുടെ ഈ വിമർശനമുണ്ടല്ലോ, അത് സ്ത്രീയുടെ നേരെ അപമര്യാദയായി പെരുമാറിയ ഏതെങ്കിലും ഒരു പുരുഷനു നേരെയുള്ള എതിർപ്പല്ല സീതയുടെ സ്വരത്തിൽ നാം കേൾക്കുന്നത്. അത് ഇന്ത്യൻ മനസ്സിൽ ആദർശ പുരുഷബിംബമായി പതിഞ്ഞിട്ടുള്ള ശ്രീരാമനു നേരെയാണ്. അതോടൊപ്പം തന്നെ പൂർണ്ണ അർത്ഥത്തിൽ സഹധർമ്മിണിയായിരുന്ന സീത ഉയർത്തുന്ന വിമർശനങ്ങളെ നാം നോക്കിക്കാണേണ്ടത് ഈ ഒരു മട്ടിലാണ്. ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ മൂല്യവ്യവസ്ഥ ആദർശ പ്രതിനിധിയായി കരുതുന്ന പുരുഷനെ വിമർശിക്കുന്നതിലൂടെ ആ പുരുഷാധിപത്യ വ്യവസ്ഥയെ, ആ ബ്രാഹ്മണ ആധിപത്യ വ്യവസ്ഥയെയാണ് ഇവിടെ സ്ത്രീ ചോദ്യം ചെയ്യുന്നത്, ഇവിടെ സീത ചോദ്യം ചെയ്യുന്നത്. ഈ വിമർശനത്തിന് ആധാരം തന്നെ സ്ത്രീ എന്ന നിലയിൽ സീത തന്നെയാവുന്നത്, സീതയ്ക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള അപമാനങ്ങൾ, അത് സീതയ്ക്ക് മാത്രമല്ല ഇന്ത്യൻ സ്ത്രീത്വത്തിന് തന്നെ ഏറ്റ അപമാനമായിട്ടാണ് കുമാരനാശാൻ കാണുന്നത്. തനിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുള്ള അപമാനത്തെ, താൻ അർഹിക്കാത്ത ആ അപമാനത്തിൻ്റെ പേരിൽ ശ്രീരാമൻ കാട്ടിയ നീതികേടാണ് സീത ഇവിടെ വിമർശനത്തിന് വിധേയമാക്കുന്നത്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ സ്ത്രീയുടെ അഭിമാനമാണ് ചിന്താവിഷ്ടയായ സീത എന്ന കാവ്യത്തിൻ്റെ പ്രമേയം എന്ന് പറയാം. സമൂഹം എപ്പോഴും സ്ത്രീയെ അവമതിക്കുന്നത് സദാചാരത്തിൻ്റെ പേരിലാണല്ലോ. എന്നും എക്കാലവും അങ്ങനെ തന്നെയാണ്. വിവാഹിതയായാലും അവിവാഹിതയായാലും അമ്മയായാലും ആരായാലും സ്ത്രീത്വം എപ്പോഴും സദാചാരത്തിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെടുന്നു. സദാചാരത്തിൻ്റെ പേരിൽ എപ്പോഴും നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു സമൂഹമാണ് സ്ത്രീ സമൂഹം. സ്ത്രീയുടെ ഈ അടിമ ജീവിതത്തിന് ആഹ്വാനം ചെയ്യുന്ന ഒരു സൃഷ്ടിയാണല്ലോ മനുസ്മൃതി. ചെറുപ്പത്തിൽ പിതാവിനും യൗവനത്തിൽ ഭർത്താവിനും വാർദ്ധക്യത്തിൽ പുത്രനും അടിമപ്പെട്ട ജീവിതമായിരിക്കണം സ്ത്രീയുടേത് എന്ന ഒരു പ്രമാണമാണ് മനുസ്മൃതി മുന്നോട്ട് വയ്ക്കുന്നത്. എന്ന് വെച്ചാൽ പുരുഷാധികാരത്തിൻ്റെ കാൽക്കീഴിലായിരിക്കണം അവളുടെ ജീവിതം എന്നതാണ്. എപ്പോഴെങ്കിലും ഈ പുരുഷാധികാരത്തിന് നേരെ പ്രതികരിക്കുന്ന ഒരു സ്ത്രീ വന്നാൽ, ഏതെങ്കിലും തരത്തിൽ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഏതെങ്കിലും തരത്തിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള ചുവടുകൾ മുന്നോട്ട് വെച്ചാൽ, സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, സ്വാതന്ത്ര്യം എന്ന വാക്കുച്ചരിച്ചാൽ അവൾ തൻ്റെടിയും അഹങ്കാരിയുമായി ചിത്രീകരിക്കപ്പെടുന്ന, മുദ്രകുത്തപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ത്യയിലുണ്ട്. അതോടൊപ്പം തന്നെ അവൾ ഒരുപക്ഷെ നിരാകൃതയായിത്തീരുന്നു, ഭ്രഷ്ടയായിത്തീരുന്ന ഒരു അവസ്ഥാവിശേഷവും ഇന്ത്യയിലുണ്ട്. ഇത്തരത്തിലുള്ള പുരുഷാധികാര വ്യവസ്ഥയെയാണ് കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീത ചോദ്യം ചെയ്യുന്നത്. ഇത് എഴുതി ഒരു നൂറ്റാണ്ട് പിന്നിട്ടിട്ടും കുമാരനാശാൻ്റെ സീത ഇപ്പോഴും സമൂഹത്തെ പൊള്ളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന് കാരണമെന്താണ്? എങ്ങനെയാണോ കുമാരനാശാൻ്റെ സീത അപമാനത്തിൻ്റെ അഗ്നിയിൽ വെന്തുരുകിയത്,
ഇന്ത്യൻ സ്ത്രീയുടെ ജീവിത സത്യവും ഇതുപോലെ തന്നെയാണ്. ഇന്ന് ഇന്ത്യൻ സ്ത്രീത്വം ഇതുപോലെ സീതയെപ്പോലെ ഉരുകിക്കൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യത്തെ മുൻനിർത്തിയാണ് നാം ചിന്താവിഷ്ടയായ സീതയെ വ്യാഖ്യാനിക്കുന്നത്, മനസ്സിലാക്കുന്നത്. രാമനെ വിഷ്ണുവിൻ്റെ അവതാരമെന്ന നിലയിൽ അവതരിപ്പിക്കുന്ന രാമായണ കഥകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ആഖ്യാനമായിട്ടാണ് കുമാരനാശാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. രാമൻ എന്താണ് സീതയോട് ചെയ്തത്? അതാണ് ചിന്താവിഷ്ടയായ സീത എന്ന കാവ്യത്തിൻ്റെ പശ്ചാത്തലം. നാട്ടുകാരുടെ ഇടയിൽ സീതയെക്കുറിച്ച് അപവാദം പ്രചരിക്കുന്നു എന്ന ന്യായം പറഞ്ഞ് ഗർഭിണിയായ സീത പഴയ വനവാസകാലത്തെ ഏറ്റവും പ്രിയങ്കരമായിരുന്ന ആശ്രമത്തെയും കാടിനെയൊക്കെ കാണണമെന്ന ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിനെ മറയാക്കിക്കൊണ്ട് കാട്ടിൽ ചെന്നു ഉപേക്ഷിക്കാൻ ലക്ഷ്മണനെ നിയോഗിക്കുകയാണ് രാജാവായ രാമൻ ചെയ്തത്. അങ്ങനെ രാമനാൽ തിരസ്കൃതയായ സീതയെ തൻ്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു വാൽമീകി. വാൽമീകി തൻ്റെ മകളെപ്പോലെ സംരക്ഷിക്കുന്നു. സീതയ്ക്ക് അവിടെ വെച്ച് 2 പുത്രന്മാരുണ്ടാവുന്നു, ലവനും കുശനും. ആ പുത്രന്മാരെ വാൽമീകി മഹർഷി വിദ്യകൾ അഭ്യസിപ്പിക്കുന്നു. വാൽമീകി രചിച്ച രാമായണ കാവ്യം ഈ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അത് സംഗീതോപകരണങ്ങളുടെ സഹായത്തോടുകൂടി അവതരിപ്പിക്കാനുള്ള പ്രാപ്തി ആ കുട്ടികൾ നേടുന്നു. അങ്ങനെ ഇരിക്കെയാണ് ശ്രീരാമൻ നടത്തുന്ന അശ്വമേധയാഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വാൽമീകി മഹർഷി ഈ കുമാരന്മാരുമായി യാത്രയാകുന്നത്. ആ സന്ദർഭത്തിൽ വിജനമായ ആശ്രമ പരിസരത്തെ ഉദ്യാനത്തിൽ അന്തിനേരത്ത് ഏതോ ഒരു സഹജാവബോധത്തോടുകൂടി ജീവിതാന്ത്യത്തിന് തൊട്ടുമുമ്പ് എന്ന വണ്ണം സീത തൻ്റെ പൂർവ്വകാലത്തെക്കുറിച്ച് ഓർക്കുന്നതാണ്, ചിന്തകളിൽ മുഴുകുന്നതാണ് ഈ കാവ്യത്തിൻ്റെ സന്ദർഭം. ഈ ചിന്തകളിലാണ് സീത രാമനെ വിമർശിക്കുന്നത്. രാമൻ തന്നോട് ചെയ്തത് എത്രത്തോളം വലിയ അപരാധമായിരുന്നു എന്നത് സീത ഇപ്പോൾ മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കലിൽ നിന്നാണ് രാമവിമർശനം ഉയരുന്നത്. ദീർഘമായിട്ടുള്ള രാമവിമർശനമാണ് സീത പിന്നീട് നടത്തുന്നത്. ഇങ്ങനെയുള്ള വിമർശനങ്ങൾക്ക് ശേഷം ആശ്രമ പരിസരത്തെ ഉദ്യാനത്തിൽ ഒറ്റയ്ക്കിരിക്കുന്ന സീത രാത്രിയായിട്ടും മയങ്ങിയിട്ടും അകത്തേക്ക് ചെല്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന് അന്വേഷിച്ചുകൊണ്ടൊരു തപസ്വിനി കടന്നു വരുന്നു. അപ്പോൾ കാണുന്നത് എന്താ? ചിന്തയുടെ തീഷ്ണത കൊണ്ട് മോഹാലസ്യപ്പെട്ട് വീണ് കിടക്കുന്ന സീതയെയാണ്. അവൾ ഓടിച്ചെന്ന് പല പ്രാവശ്യം മുഖത്ത് വെള്ളം തെളിച്ച് സീതയെ ഉണർത്തി താങ്ങിപ്പിടിച്ച് ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി കിടത്തുന്നു. പ്രഭാതമായപ്പോഴേക്കും അയോധ്യയിൽ നിന്ന് രാമൻ്റെ സന്ദേശവുമായി വാൽമീകി മഹർഷി എത്തുന്നു. രാമൻ സീതയെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി ആജ്ഞാപിച്ചിരിക്കുന്നു എന്നാണ് വാൽമീകി അറിയിച്ചത്. അങ്ങനെ വാൽമീകിയുടെ ചുവടുകളെ പിൻപറ്റിക്കൊണ്ട് സീത കൊട്ടാരത്തിലേക്ക് എത്തുന്നു. അശ്വമേധയാഗത്തിൻ്റെ വേദിയിലെത്തുന്നു. അവിടെ സീത കാണുന്നത് എന്താണ്? തൻ്റെ പഴയ രാമനെയല്ല, പശ്ചാത്താപം കൊണ്ട് മങ്ങിയ മുഖവുമായിരിക്കുന്ന തൻ്റെ ഭർത്താവിനെയാണ്. ആ സീത പൗരന്മാർ നിറഞ്ഞു നിൽക്കുന്ന ആ സഭയിൽ വെച്ച് തൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നിടത്താണ് ചിന്താവിഷ്ടയായ സീത എന്ന കാവ്യം അവസാനിക്കുന്നത്. ഈ കാവ്യത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തുള്ള ഏതാനും വരികളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് പഠിക്കാനുള്ള വരികളിലേക്ക് കടക്കാം. അഹഹ സ്മൃതിവായു ഹൃത്തിലെ ദഹനജ്വാല വളർത്തി വീണ്ടുമേ സഹസാ പുടപാകരീതിയായി നിഹനിപ്പൂഹതമെൻ്റെ ജീവിതം. ശ്രുതി കേട്ട മഹീശ്വർ തന്നയീ വ്യതിയാനം സ്വയമേ തുടങ്ങുകിൽ ക്ഷതിധർമ്മഗതിക്കു പറ്റിത്താൻ ക്ഷിതി ശിഷ്ടർക്കനിവാസ്യമായി താൻ. ചിന്താവിഷ്ടയായ സീതയിലെ 84-ാമത്തെ ശ്ലോകത്തിലാണ് നമുക്ക് തുടങ്ങാനുള്ളത്. ഇവിടെ സീത തൻ്റെ ത്യാഗത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും സ്മരിക്കുകയും അപ്പോഴും ഉദ്യോഗജനകമായ ആ സംഗതിയെപ്പറ്റി വിമർശിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സ്മൃതിവായു എന്ന് പറഞ്ഞാൽ ഓർമ്മകളുടെ കാറ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇതുവരെ, അതായത് ഈ കാവ്യം പറയുന്നതിൻ്റെ തൊട്ടു മുമ്പ് വരെ ഒരുപാട് ഓർമ്മകളിലൂടെ സീത കടന്നു പോകുന്നുണ്ട്. ഇത്തരം ഓർമ്മകളൊക്കെ സ്മരണയാകുന്ന കാറ്റ് സീതയുടെ ഉള്ളിൽ ശോകാഗ്നിയുടെ ജ്വാല തന്നെ ഉണ്ടാക്കുന്നു. ഹൃത്തിലെ ദഹനജ്വാല എന്ന് പറയുന്നത് ശോകാഗ്നി ജ്വാലയാണ്. അപ്പോൾ ഓർമ്മകൾ തൻ്റെ ഉള്ളിൽ ശോകാഗ്നി ജ്വാല ഉണ്ടാക്കുന്നു.
അതേതുപോലെയാണ്? എങ്ങനെയാണോ ധാതുദ്രവ്യങ്ങളെയൊക്കെ ഒരു പ്രത്യേക മൂശയിൽ വെച്ച് ശുദ്ധമാക്കുകയോ ഭസ്മമാക്കുകയോ ചെയ്യുന്നത്, അതേ മട്ടിൽ എന്നെ തന്നെ, എൻ്റെ ജീവിതത്തെ തന്നെ നഷ്ടമാക്കി തീർക്കുന്നു, അർത്ഥശൂന്യമാക്കി തീർത്തിരിക്കുന്നു എന്നാണ് സീത സ്വയം പരിശോധിക്കുന്നത്, സ്വയം കണ്ടെത്തുന്നത്. അടുത്ത വരിയിൽ രാമൻ്റെ പ്രകൃതത്തെ സാമാന്യമായി പ്രതിപാദിക്കുകയും രാമനെ വിമർശിക്കുകയും ചെയ്യുന്നു സീത. എന്താണ്? ശ്രുതി കേട്ട ഏറ്റവും ധർമ്മിഷ്ഠനായിട്ടുള്ള മഹീശൻ. ആരാണ് ഇവിടെ മഹീശൻ? രാമൻ, ചക്രവർത്തി തന്നെയാണ്. അപ്പോൾ ധർമ്മിഷ്ഠന്മാരെന്ന് പ്രസിദ്ധി സമ്പാദിച്ചിട്ടുള്ള ആളുകൾ തന്നെ ഈ രീതിയിൽ അതിന് വ്യത്യസ്തമായ വിധത്തിൽ, അതിന് വിരുദ്ധമായ വിധത്തിൽ സ്വയം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ പിന്നെ സജ്ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമോ എന്നതാണ് സീത ചോദിക്കുന്നത്. ധർമ്മം പാലിക്കേണ്ടവനും ധർമ്മത്തെ സംരക്ഷിക്കേണ്ടവനുമാണ് രാജാവ്. എന്നാൽ സീതയുടെ കാര്യത്തിൽ രാമൻ ചെയ്തത് എന്താണ്? അധർമ്മമാണ് എന്നാണ് സീത സൂചിപ്പിക്കുന്നത്. തെളിയിച്ചു വിരക്തി എന്നിലന്നൊളിവായി ലങ്കയിൽ വച്ചു, പിന്നെയും ചെളിയിൽ പദമൂന്നി എന്തിനോ വെളിവായി കഴുകുന്നു രാഘവൻ. രാവണവധത്തിന് ശേഷം ലങ്കയിൽ വെച്ച് രാമൻ സീതയുടെ ചാരിത്രത്തെ സംശയിച്ചിരുന്നു. അതാണ് ഇവിടെ സീത ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ തന്നെ ഉപേക്ഷിച്ച് കളയാതെ സ്വീകരിക്കുകയും അനവധി കാലം കഴിഞ്ഞ് ഗർഭിണിയായി തീർന്ന ശേഷം സ്വന്തം രാജ്യത്തിലെ ജനങ്ങളുടെ സമക്ഷത്തിൽ പരസ്യമായി ഉപേക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. ഒരിക്കലും രാമൻ ചെയ്യാൻ പാടില്ലാത്തതാണത്. ഒന്നുകൊണ്ടും ശ്ലാഘ്യമല്ലാത്ത, ഒന്നുകൊണ്ടും യുക്തമല്ലാത്ത ഒരു ചെയ്തിയാണ് രാമൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. തന്നിൽ അതൃപ്തിയുണ്ടായ ആ കാലത്ത് തന്നെ ഉപേക്ഷിക്കണമായിരുന്നു. പിന്നെ ഇപ്പോൾ രാമൻ ഉപേക്ഷിച്ചത് എന്തിനാണ്? പിന്നെയും ചെളിയിൽ കാലിട്ടതിന് ശേഷം കഴുകിക്കളയാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? അതാണ് സീതയുടെ ചോദ്യം. പെരുകും പ്രണയാനുബന്ധമാമൊരു പാശം വശമാക്കി ഈശ്വര, കുരുതിക്കുഴിയുന്നു നാരിയ പുരുഷന്മാരുടെ ധീരമാനിതാം. സീത തൻ്റെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. താൻ എത്രത്തോളം സ്നേഹബന്ധം പുലർത്തിയിരുന്നു രാമനുമായിട്ട്. പെരുകും പ്രണയാനുബന്ധമാമൊരു പാശം വശമാക്കി ഈശ്വര, ഞാൻ കെട്ടിവരിയപ്പെടുകയായിരുന്നു പ്രണയബന്ധം കൊണ്ട്. രാമനെ അത്ര അധികം പ്രണയിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു. പക്ഷേ എങ്ങനെ സ്നേഹിച്ചാലും, എത്രത്തോളം പ്രണയിച്ചാലും കുരുതിക്കുഴിയുന്നു നാരിയെ പുരുഷന്മാരുടെ ധീരമാനിത. ആ സ്ത്രീയെ കുരുതി കഴിക്കുകയാണ് പുരുഷൻ. ഭാര്യയെ ത്യാഗം ചെയ്യുന്ന ധീരൻ എന്ന ഒരു മിഥ്യാഭിമാനത്തിലേക്ക് രാമൻ എത്തിച്ചേർന്നിരിക്കുന്നു. രാമനെപ്പോലെ ഭാര്യയെ പരിത്യജിക്കുന്ന പുരുഷന്മാർ സ്നേഹനിമിത്തമായി അവൾ അനുഭവിക്കുന്ന ക്ലേശത്തെക്കുറിച്ച്, അവൾ അനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് ഒന്നും അറിയുന്നില്ല എന്നാണ് സീത ചിന്തിക്കുന്നത്. ഇതരേതരസക്തരാം ഗൃഹവ്രതബന്ധുക്കള ജീവനോടുമേ സതതം പിടിപെട്ടിരിക്കുമച്ചിതയാം ശങ്കമനുഷ്യനുള്ളതാം. ഇതരേതരസക്തരായിട്ടുള്ള മനുഷ്യർ ആരാണ്? അന്യോന്യം അനുരാഗത്താൽ കെട്ടപ്പെട്ടവരായിട്ടുള്ള മനുഷ്യർ. അതുപോലെ ഗൃഹവ്രത ബന്ധുക്കളെ, ആരാണ് ഗൃഹവ്രത ബന്ധുക്കൾ? ഗൃഹസ്ഥാശ്രമ വൃത്തിയിൽ സഹകാരികളായിട്ടുള്ള ദമ്പതിമാർ, ഭാര്യാഭർത്താക്കന്മാർ. അപ്പോൾ പരസ്പരം സ്നേഹിക്കുന്നവരിലും ഗൃഹസ്ഥാശ്രമ വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർക്കിടയിലും ഏറ്റവും വലിയ ഒരു ദോഷമുണ്ട്. അതെന്താണ്? ശങ്ക, സംശയം എന്നുള്ള ദോഷം. അപ്പോൾ ഈ സംശയമുണ്ടല്ലോ മനുഷ്യൻ്റെ ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു ദോഷമാണ് എന്നാണ് സീത കണ്ടെത്തുന്നത്. അതിപാവനമാം വിവാഹമേ ശ്രുതിമന്ദാരമനോജ്ഞ പുഷ്പമായി ക്ഷിതിയിൽ സുഖമേകി നിന്ന നിൻഗതി കാൺകയത്രയധപ്പതിച്ചു നീ. വിവാഹമെന്നത് അതിപാവനമായ ഒന്നാണ്. വിവാഹത്തിൻ്റെ മാഹാത്മ്യത്തെ വിശ്വാസമില്ലാത്ത ദമ്പതിമാർ എത്ര നിസാരമായി കരുതുന്നു എന്നാണ് സീത പറയുന്നത്. ഏറ്റവും മനോഹരമായ ശ്രുതിമന്ദാര മനോജ്ഞ പുഷ്പമായി തിളങ്ങേണ്ടുന്ന വൈവാഹിക ജീവിതം, അതിന് ഭൂമിയിൽ എന്തു സംഭവിച്ചു? എത്രത്തോളം അധപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും സുഖമേകി നിന്ന അവസ്ഥയിൽ നിന്ന് ഏറ്റവും അധപ്പതിച്ച ഒരവസ്ഥയിലേക്ക് അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്.
ഗുണമാണ് വിധിക്കുലാക്കതിൽ പിണയാം പുരുഷദോഷമേ വിധം ക്ഷണമാ വിപരീത വൃത്തിയാൽ തുണയന്യേ ശ്രുതിയ പ്രമാണമാം. ശാസ്ത്രവിധികൾ ആഗ്രഹിക്കുന്നത് ഗുണമാണ്. അതിൻ്റെ ലാക്ക്, അതിൻ്റെ ഉദ്ദേശം ഗുണമാണ്. ഗുണം വരണമെന്നാണ് അത് ആഗ്രഹിക്കുന്നത്. എങ്കിൽ തന്നെയും പുരുഷദോഷം കൊണ്ട്, മനുഷ്യൻ്റെ മനോഗതമായിട്ടുള്ള ദോഷം കൊണ്ട് അത് മനുഷ്യന് വിപരീതമായി പ്രതികൂലമായിട്ട് പ്രവർത്തിക്കുന്നു. വിപരീത വൃത്തിയിലേക്ക് അത് എത്തിച്ചേരുന്നു. അങ്ങനെ ശാസ്ത്രവിധികളെല്ലാം തന്നെ അപ്രമാണമായിത്തീരുന്നു, പ്രമാണമല്ലാത്തതായിത്തീരുന്നു. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ശാസ്ത്രവിധികൾ സതുദ്ദേശത്തോടു കൂടിയാണ് രചിക്കപ്പെടുന്നത് എങ്കിലും വിധിക്കപ്പെടുന്നത് എങ്കിലും അവയെ അനുഷ്ഠിക്കേണ്ടത് മനുഷ്യരാണല്ലോ. അപ്പോൾ അങ്ങനെ അനുഷ്ഠിക്കേണ്ട മനുഷ്യർ സ്വന്തം മനോദോഷങ്ങൾ കൊണ്ട്, അവരുടെ മനോദോഷങ്ങൾ കൊണ്ട് പ്രതികൂലമായി പ്രവർത്തിക്കുകയും അങ്ങനെ അതിവേഗത്തിൽ തന്നെ ശാസ്ത്രങ്ങളുടെ പ്രാമാണ്യം തന്നെ നശിച്ചു പോവുകയും ചെയ്യുന്നു. ഇവിടെ രാമനെയാണ് ഉദ്ദേശിക്കുന്നത്. രാമനെപ്പോലെയുള്ള പുരുഷന്മാർ അപ്രകാരം ചെയ്യുന്നത് തീരെ താല്പര്യമില്ല, തീരെ ചേരാത്തതാണ് എന്നാണ് ഈ വരികളിലൂടെ ഉദ്ദേശിക്കുന്നത്. ഗുണം ചെയ്യേണ്ടുന്ന രാമൻ പുരുഷദോഷം കൊണ്ട് അതിൻ്റെ വിപരീത വൃത്തി ചെയ്യുകയും ഗുണം നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു എന്ന് താല്പര്യം. നെടുനാൾ വിപിനത്തിൽ വാഴുവാനിടയായി ഞങ്ങളതെൻ്റെ കുറ്റമോ, പടുരാക്ഷസ ചക്രവർത്തി എന്നുടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ. ഇതാണ് സീതയുടെ ചോദ്യം. ഇത് വളരെ പ്രസക്തമാണ്, പ്രധാനമാണ്. ആരാണ് ഇവിടെ പടുരാക്ഷസ ചക്രവർത്തി? മഹാസമർത്ഥനും രാക്ഷസന്മാരുടെ ചക്രവർത്തിയുമായിട്ടുള്ള രാവണനാണ്. സീത ചോദിക്കുകയാണ്, ഒരുപാട് കാലം വിപിനത്തിൽ കാട്ടിൽ വാഴുവാനിടയായത്, ഞങ്ങൾക്ക് താമസിക്കേണ്ടി വന്നത് എൻ്റെ കുറ്റമാണോ? അതുപോലെ തന്നെ രാക്ഷസ രാജാവായിട്ടുള്ള രാവണൻ തൻ്റെ ശരീരത്തെ മോഹിച്ചതിന് ഞാൻ എന്ത് പഴിച്ചു? അത് എൻ്റെ തെറ്റാണോ? ഞാൻ പിഴച്ചതുകൊണ്ടാണോ അങ്ങനെ സംഭവിച്ചത്? രാവണന് തന്നെ കാമിക്കാൻ സന്ദർഭം കൊടുത്തത് താനല്ല എന്നും താൻ ഒരിക്കലും അവൻ്റെ കാമത്തിന് വഴിപ്പെട്ടിട്ടില്ല എന്നും അതുകൊണ്ട് രാമൻ തന്നെ ശിക്ഷിച്ചത് തീരെ അനുചിതമാണ് എന്നുമാണ് സീത കരുതുന്നത്. അതുകൊണ്ടാണ് ഈ ചോദ്യം സീതയിൽ നിന്ന് ഉണ്ടായത്. കാട്ടിൽ പോവാനിടയായത് എൻ്റെ കുറ്റമാണോ? പടുരാക്ഷസ ചക്രവർത്തിയായിട്ടുള്ള രാവണൻ എൻ്റെ ഉടൽ, എൻ്റെ ശരീരത്തെ മോഹിച്ചത് എൻ്റെ കുറ്റമാണോ എന്നാണ് സീത ചോദിക്കുന്നത്. ശരി, ഭൂപതി സമ്മതിക്കണം, ചരിതവ്യത്തിൽ നിജപ്രജാമതം പിരിയാം പല കക്ഷിയായി ജനം പരിശോധിച്ചറിയേണ്ടയോ നൃപൻ. ശരിയാണ്, തങ്ങളുടെ പ്രജകളുടെ അഭിപ്രായം, നിജപ്രജാമതം അറിയുക എന്നത് ഭൂപതിയെ സംബന്ധിച്ച്, രാജാവിനെ സംബന്ധിച്ച് ചരിതവ്യമാണ്, കർത്തവ്യമാണ്. ചരിതവ്യം എന്നത് ഉദ്ദേശിക്കുന്നത് കടമ, കർത്തവ്യമാണ്. അപ്പോൾ രാജാക്കന്മാർ ജനങ്ങളുടെ അഭിപ്രായത്തെ മാനിക്കണം, അത് ശരി തന്നെയാണ്. പക്ഷേ ഒരു കാര്യത്തിൽ തന്നെ ജനങ്ങൾക്ക് പല അഭിപ്രായങ്ങളുണ്ടാവും. അവർ പല കക്ഷികളായിത്തീരും, പല അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കും. അതുകൂടി പരിശോധിച്ചറിയേണ്ടതല്ലേ നൃപൻ? അതുകൂടി രാജാവ് അറിയേണ്ടിയിരുന്നതല്ലേ? ഇവിടെ ജനങ്ങളുടെ അഭിപ്രായമനുസരിച്ചാണല്ലോ രാജാവായ രാമൻ തന്നെ ശിക്ഷിക്കാൻ നിർബന്ധിതനായി എന്ന് പറയപ്പെടുന്നത്. എന്നാൽ അങ്ങനെ പറയുന്നത് ശരിയല്ല. കാരണം ജനങ്ങളിൽ പല അഭിപ്രായക്കാരുണ്ടാവും. അതിനെപ്പറ്റി ശരിയായി വിചാരണ ചെയ്ത് തീരുമാനിക്കുക എന്നതാണ് രാജാവ് ചെയ്യേണ്ടത്. പക്ഷേ അങ്ങനെ തീരുമാനിക്കാതെ കേവലം ഒരാളുടെ അഭിപ്രായത്തെ ജനങ്ങളുടെ മുഴുവൻ അഭിപ്രായമായി കരുതി സീതയെ കാട്ടിൽ ഉപേക്ഷിക്കുകയാണ് രാമൻ ചെയ്തത്. അതാണ് സീത ഇവിടെ ചോദ്യം ചെയ്യുന്നത്. തനദക്ഷികളോടു തന്നെയും ഘനമേറും ഘലജിഹ്വമല്ലിടാം, ജനവാദമപാർത്ഥമെന്നതിനനഘാചാര എനിക്കു സാക്ഷി ഞാൻ. തനദക്ഷികളോടു തന്നെയും, അതായത് തങ്ങൾ കണ്ട, സ്വന്തം കണ്ണുകൊണ്ട് കണ്ട സംഗതികളെ തന്നെ ഘലജിഹ്വമല്ലിടാം. ഘനജിഹ്വ എന്ന് പറയുന്നത് നുണയന്മാരുടെ നാവാണ്. അപ്പോൾ സ്വന്തം കണ്ണിനോട് കണ്ട സംഗതിയെ തന്നെ സാമർഥ്യമുള്ള നുണയന്മാർ മറിച്ച് പറഞ്ഞ് സമർത്ഥിക്കും എന്നാണ്. അതുകൊണ്ടു തന്നെ രാജാവ് ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? അപാർത്ഥമായ, അർത്ഥശൂന്യമായ ജനവാദങ്ങൾ കേട്ട് അത് ശരിയാണ് എന്ന് ധരിച്ച് പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ അനഘാചാരയാണ്, പാപം ചെയ്യാത്തവളാണ്.
എനിക്ക് സാക്ഷി ഞാൻ തന്നെയാണ്. അപ്പോൾ അപവാദങ്ങളെ ആധികാരികമായി കരുതി ശിക്ഷ വിധിച്ച രാമൻ തന്നെയാണ് തെറ്റുകാരൻ എന്നാണ് സീത പറയുന്നത്. കരതാരിലണഞ്ഞ ലക്ഷ്മിയെ ത്വരയിൽ തട്ടിയെറിഞ്ഞു നിഷ്കൃപം ഭരതൻ്റെ സവിത്രി, അപ്പോഴും നരനാഥൻ ജനചിത്തമൂർത്തിതോ. ജനങ്ങളുടെ അഭിപ്രായമനുസരിച്ചാണല്ലോ സീതയെ രാമൻ കാട്ടിൽ ഉപേക്ഷിച്ചത്. ജനങ്ങളുടെ അഭിപ്രായം പോലെയേ പ്രവർത്തിക്കൂ എന്ന നിർബന്ധം തന്നെ രാമനില്ല എന്നതിന് സീത മറ്റൊരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കുകയാണ്. അയോധ്യ രാജ്യത്തിൻ്റെ രാജാവാവേണ്ടവനായിരുന്നു രാമൻ. രാമപട്ടാഭിഷേകത്തിന് ഒരുക്കങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് ഭരതൻ്റെ അമ്മയായ കൈകേയി അത് രാമനിൽ നിന്നും തട്ടിത്തെറിപ്പിച്ചത്. അതാ പറയുന്നത്, കയ്യിലണഞ്ഞ ലക്ഷ്മിയെ വളരെ പെട്ടെന്ന് നിഷ്കരുണം തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു കൈകേയി. അപ്പോഴും രാജസ്ഥാനത്ത് നിൽക്കുന്ന രാമൻ ജനങ്ങളുടെ ആഗ്രഹം ഓർത്തില്ലല്ലോ എന്നാണ് സീത പറയുന്നത്. കൈകേയി രാമൻ്റെ അഭിഷേകം മുടക്കിയ സമയത്ത് സകല ജനങ്ങളും തടുത്തിട്ടും രാമൻ വനത്തിൽ പോയി. അതെന്തുകൊണ്ടാണ്? അച്ഛൻ്റെ ആഗ്രഹം അതായതുകൊണ്ട്. സകല ജനങ്ങളും തടുത്തു, സകല ജനങ്ങളും രാമനോട് പോവരുത് എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള രാമനാണ് ഇവിടെ സീതാവിഷയത്തിൽ മാത്രം, എൻ്റെ കാര്യത്തിൽ മാത്രം ഇങ്ങനെ പ്രവർത്തിച്ചത്. അത് ഒട്ടും ന്യായമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അത് സത്യപാരായണത്വമാം, ഇത് ധർമ്മവ്യസനിത്വമെന്നുമാം, പൊതുവിൽ ഗുണമാക്കിടാം ജനം ചതുരന്മാരുടെ ചാപലങ്ങളും. അത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ ജനങ്ങളുടെ താല്പര്യം പരിഗണിക്കാതെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം കാട്ടിൽ പോയതിനെയാണ്. അത് സത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്, അച്ഛൻ്റെ സത്യത്തെ പരിപാലിക്കാനുള്ള ഔത്സുക്യമാണ് എന്നും, ഇത് എന്ന് പറഞ്ഞാൽ സീതയെ പരിത്യജിച്ചത് ധർമ്മവ്യസനിത്വമാണ് എന്നും, അതായത് സദാചാര തൽപരത്വമാണ് എന്നും, ചാരിത്രത്തിൽ സംശയിക്കപ്പെടുന്ന ഭാര്യയെ സ്വീകരിക്കുന്നതിലുള്ള പാപശങ്ക ആണ് ഇത് എന്നുമാണ് താല്പര്യം. രാമനെപ്പോലെ യോഗ്യന്മാരായിട്ടുള്ള ആളുകളുടെ ചാബല്യങ്ങൾ, അവരുടെ ദോഷങ്ങൾ ജനങ്ങൾ പൊതുവെ ഗുണമായാണ് കരുതുന്നത് എന്നും സീത പറയുന്നു. അപ്പോൾ രാമൻ്റെ കൃത്യം ഒന്നുകൊണ്ടും സമാധാനപരമല്ലെന്നും അബദ്ധം തന്നെയാണ് എന്നും വീണ്ടും വീണ്ടും സ്ഥാപിച്ചെടുക്കുകയാണ് ഈ വരികളിലൂടെ. വീണ്ടും സീത ചോദിക്കുകയാണ്, ജനമെന്നെ വരിച്ചു മുമ്പു താൻ അനുമോദത്തോടു സാർവഭൗമിയായി, പുനരെങ്ങനെ നിന്ദ്യയായി ഞാൻ മനുവംശാങ്കുര ഗർഭമാർന്ന നാൾ. ലങ്കയിൽ നിന്നും മടങ്ങി വന്ന ഉടനെ തന്നെ ഈ ജനങ്ങൾ അനുമോദപൂർവമാണ് തന്നെ എതിരേറ്റത്. പട്ടമഹിഷിയായി തന്നെ അഭിഷേകം ചെയ്യുകയായിരുന്നു. അങ്ങനെ സ്വീകരിക്കപ്പെട്ട ഞാൻ പിന്നെ എങ്ങനെയാണ് നിന്ദ്യയായത്? അതും മനുവംശത്തിൻ്റെ കിരീടാവകാശിയായ സന്താനത്തെ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ. സീത ചോദിക്കുകയാണ്, കിരീടാവകാശിയെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു അപവാദം അഴിച്ചുവിടാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംശയിക്കാൻ ഇടവന്നത്? ഇതാണ് സീതയുടെ ചോദ്യം. നയമായി ചിരവന്ധ്യയെന്നു താൻ പ്രിയമെന്നിൽ പെടും അഭ്യസൂയകൾ, സ്വയമേ അപവാദ ശസ്ത്രമാർന്നുയരാമെന്നത് വന്നുകൂടെയോ. സീത ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഭർത്താവ് ഒന്നിച്ച്, രാമനോടൊന്നിച്ച് 10-12 കൊല്ലം അയോധ്യയിലും 13 വർഷം വനത്തിലും താമസിച്ചിട്ട് ഗർഭം ധരിക്കാത്ത താൻ വന്ധ്യയായിരിക്കുമെന്ന് കരുതി എൻ്റെ പട്ടമഹിഷി സ്ഥാനം അനുവദിച്ച വല്ലവരും ഗർഭദർശനത്തിൽ തന്നെ അസൂയ വർദ്ധിച്ച് എൻ്റെ സന്തതിക്ക് രാജ്യം കിട്ടാതിരിക്കത്തക്കവണ്ണം ഒരു അപവാദം ഇളക്കിവിട്ടതായിരിക്കില്ലേ എന്ന് സംശയിക്കുകയാണ്. അങ്ങനെ വിചാരിച്ചാൽ എന്താണ് എന്നാണ് സീത ചോദിക്കുന്നത്. താൻ ഗർഭം ധരിക്കാത്ത നീണ്ട കാലത്ത് പോലും തന്നെ സ്വീകരിച്ച ആളുകൾ താൻ ഗർഭിണിയായപ്പോൾ ഇങ്ങനെ ഉപേക്ഷിക്കാൻ, ഇങ്ങനെ അപവാദ പ്രചരണം നടത്താനുള്ള കാരണം ഇതായിരിക്കാമെന്ന് സീത ഊഹിക്കുകയാണ്. അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നതിലും തെറ്റ് കാണാൻ പറ്റുമോ എന്നതാണ് ചോദ്യം. ഭരതൻ വനമെത്തിയപ്പോഴും പരശങ്കാവിലമായ മാനസം, നരകൽമഷ ചിന്ത തീണ്ടുവാൻ തരമെന്നെ ധവളീഭവിച്ചിതോ. രാമൻ കാട്ടിൽ പോയപ്പോൾ രാമനെ തിരിച്ചു വിളിക്കാൻ വേണ്ടി ഭരതൻ സന്നാഹത്തോടുകൂടി ചിത്രകൂടത്തിലെത്തുന്നൊരു സന്ദർഭമുണ്ട്. ഈ സന്ദർഭത്തിൽ കൈകേയി പറഞ്ഞയച്ചിട്ട്
ഈ ചിത്രകൂടത്തിൽ നിന്നും രാമനെയും കൂട്ടരെയും ഓടിച്ചു കളയാൻ വേണ്ടി ഭരതൻ വരികയാണോ എന്ന് രാമലക്ഷ്മണന്മാർ പോലും ശങ്കിച്ചിട്ടുണ്ട്. അതായത് കേവലം മനുഷ്യസഹജമായിട്ടുള്ള ചില ചിന്തകൾ രാമനിലൂടെ കടന്നുപോയിട്ടുണ്ട്, ചില ശങ്കകൾ രാമനുണ്ടായിട്ടുണ്ട് എന്നാണ്. ആ സ്ഥിതിക്ക് നേരത്തെ പറഞ്ഞ രാജ്യതന്ത്ര സംബന്ധമായിട്ടുള്ള കൃത്രിമ വിചാരങ്ങൾക്ക് രാമൻ്റെ ഹൃദയത്തിൽ തീരെ സ്ഥാനമില്ലെന്ന് പറയാൻ കഴിയില്ല എന്നാണ് സീത പറയുന്നത്. അപ്പോൾ രാമൻ്റെ ഹൃദയം അത്രത്തോളം ശുദ്ധമല്ല. ഇതുപോലെയുള്ള നീചമായിട്ടുള്ള വിചാരങ്ങളൊക്കെ രാമനിലൂടെ കടന്നുപോയിട്ടുണ്ട്. അതിന് ഒരു ഉദാഹരണമാണ് സീത ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. പതിയാം പരദേവതയ്ക്കഹോ മതിയർപ്പിച്ചൊരു ഭക്തയല്ലി ഞാൻ, ചതിയോർക്കിലും എന്നോടോതിയാൽ ക്ഷതിയെന്തങ്ങനെ ചെയ്തുവോ നൃപൻ. സീത ചോദ്യം തുടരുകയാണ്. പതിയാം പരദേവത, തൻ്റെ ഇഷ്ടദൈവമാരാണ്, ഭർത്താവ് തന്നെയാണ്. രാമൻ തനിക്കാരായിരുന്നു എന്നും രാമനെ താൻ എങ്ങനെയാണ് കണ്ടത് എന്നുമാണ് സീത പറയുന്നത്. ഞാൻ ഭർത്താവിനെ ഈശ്വരനായി കരുതുകയും തൻ്റെ ഹൃദയം തുറന്ന് പെരുമാറുകയും ചെയ്യുന്ന ഒരു പതിവ്രതയായിരുന്നു. ഒരു കാര്യം വരുന്ന സംഗതിക്കായി, കാര്യമുള്ള സംഗതിക്കായി എനിക്കു തന്നെ ദോഷം വരത്തക്കവണ്ണം അദ്ദേഹം പ്രവർത്തിച്ചാലും അറിഞ്ഞുകൊണ്ടു തന്നെ ഞാൻ സമ്മതിക്കുമായിരുന്നു എന്നാണ്. അതുകൊണ്ട് എന്നോട് വിവരം പറയാതെ എന്നെ ശിക്ഷിച്ചത് അപ്രകാരമുള്ള എല്ലാ സ്നേഹവിശ്വാസങ്ങൾക്കും വിരുദ്ധമാണ് എന്നാണ് സീത പറയുന്നത്. കാട്ടിൽ ഉപേക്ഷിക്കാൻ പോവുകയാണ് എന്ന കാര്യം രാമൻ സീതയോട് പറഞ്ഞിട്ടില്ല. ഒരു കള്ളം പ്രവർത്തിക്കുകയാണ് രാമൻ. കാട് കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കാണിക്കാൻ എന്ന വ്യാജേന ലക്ഷ്മണനെ പറഞ്ഞു വിടുകയായിരുന്നു. ലക്ഷ്മണനാണ് പിന്നീട് സീതയെ കാട്ടിൽ ഉപേക്ഷിക്കുന്നത്. എന്തിനാണ് രാജാവ് രാമൻ തന്നോട് ഇങ്ങനെയൊരു ചതി ചെയ്തത് എന്നാണ് സീതയുടെ ചോദ്യം. ഇങ്ങനെ ആലോചിച്ച സമയത്ത് ഇടനെഞ്ചിളകി സതിക്കിതിനിടയിൽ കണ്ണുകൾ പെയ്തു നീർക്കണം, പുടഭേദകമായ തെന്നലേറ്റിടറും ഗുൽമതലങ്ങളെന്ന പോൽ. ഇങ്ങനെയൊക്കെ ചിന്തിച്ച സീത പെട്ടെന്ന് നിശ്വസിക്കുകയും ദീർഘനിശ്വാസമെടുക്കുകയും കണ്ണിൽ നിന്ന് അശ്രുക്കൾ പതിക്കുകയും ചെയ്തു. അത് ചെടികളുടെ ഒട്ടിയിരിക്കുന്ന ഇലകൾക്കുള്ളിൽ നിന്ന് ഇളങ്കാറ്റേറ്റ് മഞ്ഞുതുള്ളികൾ വീഴുന്നത് പോലെ തോന്നിയിരുന്നു എന്നാണ് കവിവാക്യം. തരളാക്ഷി തുടർന്നു ചിന്തയെ തരസാധാരമുറിഞ്ഞിടാതെ താൻ ഉരപേറുമൊഴുക്കു നിൽക്കുമോ തിരയാൽ വായു ചമച്ച സേതുവിൽ. സീതയുടെ വിചാരങ്ങൾ ഇവിടെ നിലയ്ക്കുന്നില്ല എന്നാണ് കവി പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ച സീതയുടെ വികാരം പ്രകടിപ്പിക്കുന്ന, സീതയുടെ സങ്കടം ഒഴിഞ്ഞു പോകുന്നതായി നമ്മൾ കണ്ടല്ലോ. അപ്പോൾ സീതയുടെ ഈ വികാരപ്രകടനം സീതയുടെ വിചാരധാരയെ തടുത്തു നിർത്താൻ പോകുന്ന ഒന്നായിരുന്നില്ല. തുടർന്നും അവൾ ചിന്തിക്കുകയാണ്. ഒഴുകുന്ന പുഴയിൽ കാറ്റടിക്കുന്ന സമയത്ത് ചെറിയ ഓളങ്ങളുണ്ടാകുമല്ലോ. എന്നാൽ ഈ ഓളങ്ങൾക്ക് പുഴയുടെ ഒഴുക്കിനെ തടയാൻ സാധിക്കില്ലല്ലോ. എന്നതുപോലെ തന്നെയാണ് ഇവിടെ സീതയുടെ കണ്ണുനീർ അത്തരം ഓളം മാത്രമാണ്. ആ ഓളം സീതയുടെ ചിന്താധാരയെ തടുത്തു നിർത്താൻ പോകുന്ന ഒന്നല്ല. എന്ന് വെച്ചാൽ സീത ഇതിനെയും കടന്ന്, ആ കരച്ചിലിനെയും കടന്ന്, സങ്കടത്തെയും കടന്ന് അവളുടെ ചിന്ത അങ്ങ് പ്രവഹിക്കുകയാണ്, ഒഴുകുകയാണ്. ഗിരിഗഹ്വരമുഗ്രമാം വനം, ഹരിശാർദൂലഗണങ്ങൾ പാമ്പുകൾ, പരിഭീകര സിന്ധു രാക്ഷസ പരുഷയ്ക്കു നികേതമാതിയായി. സീത ഒരു സാധാരണ സ്ത്രീയല്ല എന്ന് ആശാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. പർവ്വതങ്ങളും മലകളും ഗുഹകളും അതിഭീകരമായിട്ടുള്ള ജന്തുക്കളും, സിംഹം, പുലി തുടങ്ങിയിട്ടുള്ള ഭീകര ജന്തുക്കളും, അതിഭയങ്കരമായിട്ടുള്ള സമുദ്രവും, പരിഭീകര സിന്ധു, അതിഭയങ്കരമായിട്ടുള്ള സമുദ്രവും, അവിടെ രാക്ഷസന്മാരുടെ ഭവനവുമൊക്കെ കണ്ടിട്ടുള്ള ആളാണ് താൻ. ഇങ്ങനെ ജീവിതത്തിൽ പല അനുഭവങ്ങളും താണ്ടിയിട്ടുള്ള വ്യക്തിയാണ് സീത. മനുഷ്യലോകം എന്താണ്, ആ മനുഷ്യലോകത്തിലുള്ള നരകം എന്താണ് എന്നൊക്കെ അടുത്തറിഞ്ഞ വ്യക്തിയാണ് സീത. നരലോകമിതിൽപ്പെടാവതാം നരകം സർവമടുത്തറിഞ്ഞ ഞാൻ, പരമാർത്ഥമതോരിലഞ്ചുവാൻ തരമില്ലെന്തിനൊളിച്ചു മന്നവൻ. ഇതാണ് സീതയുടെ ചോദ്യം. ഈ നരലോകവും അതിലെ നരകലോകവും എന്താണ് എന്ന് മുഴുവൻ അടുത്ത് അറിഞ്ഞ ആളാണ് ഞാൻ.
കാട് എന്ന് കേട്ടാൽ ഒരിക്കലും ഭയപ്പെടുകയില്ല. എന്നിട്ടും രാമൻ എന്തിനാണ് തന്നോട് ഇക്കാര്യം ഒളിച്ചു വെച്ചത് എന്നാണ് സീത ചോദിക്കുന്നത്. പതിചിത്ത വിരുദ്ധ വൃത്തിയാം മതിയുണ്ടോ കലരുന്നു ജാനകി, കുതികൊണ്ടിടുമോ മഹോദധിക്കെതിരായി ജാഹ്നവി തന്നൊഴുക്കുകൾ. താൻ ഒരിക്കലും ഭർത്താവിൻ്റെ അഭിപ്രായത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്നവളല്ല, പതിചിത്ത വിരുദ്ധ വൃത്തിയായവളല്ല ഞാൻ. രാജർഷിയായ ജനകൻ്റെ പുത്രിയാണ് താൻ. എനിക്കറിയാം എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. രാമൻ പറഞ്ഞത് അനുസരിക്കാതിരിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ് രാമൻ ഇങ്ങനെ ചെയ്തത് എന്ന് കരുതാനും കഴിയില്ല. ഭയപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണോ എന്നും കരുതാൻ കഴിയില്ല. ഇത് രണ്ടുമല്ല. കാരണം രാമനെ അനുസരിക്കാത്തവളല്ല താൻ. പവിത്ര കുലജാതയായ ഒരു പതിവ്രത ഭർത്താവിൻ്റെ ആജ്ഞയെ അനുസരിക്കുകയില്ല എന്ന് എങ്ങനെയാണ് വിചാരിക്കാൻ കഴിയുക എന്നാണ് സീതയുടെ ചോദ്യം. ഗംഗയുടെ ഒഴുക്ക് ഒരിക്കലും സമുദ്രത്തിൻ്റെ വിപരീത ദിശയിലാവില്ലല്ലോ. ജാഹ്നവി എന്ന് പറയുന്നത് ഗംഗയാണ്. അതായത് ജന്നു മഹർഷിയിൽ നിന്ന് ഉൽപ്പന്നയായിട്ടുള്ള, ജന്നു മഹർഷിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഗംഗ എന്ന അർത്ഥത്തിലാണ് ഗംഗയ്ക്ക് ജാഹ്നവി എന്ന പേര് കിട്ടുന്നത്. അപ്പോൾ ഗംഗയുടെ ഒഴുക്ക് ഒരിക്കലും സമുദ്രത്തിന് വിപരീതമാവില്ല. അത് ചെന്ന് പതിക്കുന്നത് സമുദ്രത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഒരിക്കലും രാമൻ്റെ ഹിതത്തിന് എതിരായി പ്രവർത്തിക്കുന്നവളല്ല സീത എന്നാണ് ഇവിടെ താല്പര്യം. അപകീർത്തി ഭയാന്ധനേ വിധം സ്വപരീക്ഷാളന തൽപരൻ നൃപൻ, കൃപണോചിത വൃത്തിമൂലമെൻ അപവാദം ദൃഢമാക്കിയില്ലയോ. അപകീർത്തി കൊണ്ട് അന്ധനായ, അപകീർത്തിയിലുള്ള ഭയം കൊണ്ട് അന്ധനായ രാമൻ തന്നെ, അതായത് രാമൻ സ്വയം രക്ഷപ്പെടാൻ വേണ്ടി, സ്വയം ദുഷ്കീർത്തിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഒരു കാര്യമാണിത്. സ്വപരീക്ഷാളന തൽപരൻ നൃപൻ, തന്നെ ദുഷ്കീർത്തിയിൽ നിന്നും മോചിപ്പിക്കാൻ, സ്വയം ദുഷ്കീർത്തിയിൽ നിന്നും മോചിപ്പിക്കാൻ തൽപരനായിട്ടുള്ള രാജാവ്. കൃപണോചിത വൃത്തി, അല്പന്മാർക്കടുത്ത തൊഴിൽ ചെയ്യുന്നവൻ. അപ്പോൾ രാമൻ്റെ പ്രവൃത്തി അല്പത്തരമാണ് എന്നാണ് സീത പറയുന്നത്. രാമൻ അങ്ങനെ ചെയ്തതുകൊണ്ട് എന്നിലുണ്ടായിട്ടുള്ള കുറ്റം, എന്നിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റം സ്ഥിരപ്പെടുത്തുന്നതായിപ്പോയില്ലേ എന്ന് സീത ചോദിക്കുകയാണ്. ആ അപവാദത്തെ ദൃഢമാക്കുകയല്ലേ രാമൻ ചെയ്തത്? ഇതാണ് സീതയുടെ ചോദ്യം. രാമൻ ചെയ്തത് അല്പത്തരമാണ് എന്നും രാമൻ ചെയ്യേണ്ടത് എന്താണ്? സ്വന്തം ഭാര്യയുടെ ഈ അപവാദത്തെ, സ്വന്തം ഭാര്യയുടെ മേൽ വന്നിട്ടുള്ള ഈ അപവാദത്തെ എങ്ങനെ ഇല്ലാതാക്കി തീർക്കാം എന്നതാണ്. അതിലെ ശരി കണ്ടെത്തുകയാണ്, ശരിയോ തെറ്റോ എന്ന് കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ അതിനു പകരം രാമൻ അല്പത്തരം പ്രവർത്തിച്ചു. ആ അല്പത്തരമായിട്ടുള്ള പ്രവർത്തനം സീതയുടെ മേൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള അപവാദം ദൃഢമാക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നും സീത പറയുന്നു. അപരാധിയെ ദണ്ഡിയാതെയാം കൃപയാൽ സംശയമാർന്ന ധാർമ്മികൻ, അപകൽമഷ ശിക്ഷയേറ്റു ഞാൻ നൃപനി പാപമൊഴിപ്പതെങ്ങനെ. ഒരു അപരാധിയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് തെളിവിൽ എന്തെങ്കിലും സംശയം വന്നാൽ ന്യായാധിപന്മാർ കുറ്റം ചെയ്തവർക്ക് തന്നെ മാപ്പ് കൊടുക്കാറുണ്ട്. എന്നാൽ നിരപരാധിയായ തനിക്ക് രാമൻ നൽകിയിരിക്കുന്നത് കഠിന ശിക്ഷയാണ്. രാമൻ ഈ പാപഭാരമൊക്കെ എവിടെയാണ് കൊണ്ടൊഴുക്കുക? എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ പാപത്തിൽ നിന്നും ഒഴിഞ്ഞു പോവാൻ സാധിക്കുക എന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് പാപഭയം പോലും ഇല്ലാതായി എന്നാണ് സീത സൂചിപ്പിക്കുന്നത്. അതിവത്സല ഞാൻ ഉരച്ചിതൻ കൊതി വിശ്വാസമുടന്നു ഗർഭിണി, അതിലേ പദമൂന്നിയല്ലി ചതി ചെയ്തു നൃപനോർക്കവയ്യതാൻ. രാമൻ ചെയ്ത ചതിയെക്കുറിച്ച് തനിക്ക് ആലോചിക്കാൻ പോലും വയ്യ എന്നാണ് സീത പറയുന്നത്. രാമനിൽ അതിവത്സലയായ സീത ഗർഭിണിയായിരിക്കുന്ന സമയത്ത് രാമനോട് ഒരു ആവശ്യം, ഒരു ആഗ്രഹം പറയുകയാണ്. തനിക്ക് കാട് കാണാൻ, ആശ്രമം കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുകയാണ്. ആ ആഗ്രഹത്തിൻ്റെ ചുവട് പിടിച്ചിട്ടാണ്, അത് പ്രാവർത്തികമാക്കാൻ എന്ന വ്യാജേനയാണ് തന്നോട് ഈ ചതി ചെയ്തത്, രാമൻ ഈ ചതി ചെയ്തത് എന്നും അതേക്കുറിച്ച് തനിക്ക് ഓർക്കാൻ പോലും വയ്യ എന്നുമാണ്. അപ്പോൾ രാമനിലുള്ള വിശ്വാസം തന്നെ സീതയ്ക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ജനകാജ്ഞ വഹിച്ചു ചെയ്ത തൻ വനയാത്രയ്ക്ക് തുണയ്ക്കുപോയി ഞാൻ, അനയൻ പ്രിയൻ എന്നെ ഏകയായി തനതാജ്ഞക്കിരയാക്കി കാടിതിൽ.
ജനകൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് രാമൻ്റെ അച്ഛനെയാണ്. ദശരഥൻ്റെ ആജ്ഞ വഹിച്ചുകൊണ്ട് വനയാത്രയ്ക്ക് പുറപ്പെട്ട രാമനെ പിന്തുടർന്ന സ്ത്രീയാണ്, ഭാര്യയാണ് സീത. എന്നാൽ എന്നെ അസഹായയായി കാട്ടിൽ അടിച്ചു കളഞ്ഞത് എത്രത്തോളം നീതികേടാണ്, എത്രത്തോളം നന്ദികേടാണ് എന്നാണ് സീത സൂചിപ്പിക്കുന്നത്. അനയൻ എന്ന് പറഞ്ഞാൽ നീതികെട്ടവൻ എന്നാണ്. അപ്പോൾ രാമൻ ഒരു അനയനായി തീർന്നിരിക്കുന്നു, നീതികെട്ടവനായി തീർന്നിരിക്കുന്നു. രാമൻ ചെയ്തത് നീതികേടാണ്, നന്ദികേടാണ് എന്നാണ്. ഈ ചിന്തകളുടെ തുടർച്ച തന്നെയാണ് അടുത്ത വരികളിലുമുള്ളത്. ഇതരേതര ഭേദമറ്റ ഹൃദ്ഗതമാം സ്നേഹമതങ്ങു നിൽക്കുക, ശ്രുതമായ കൃതജ്ഞഭാവവും ഹതമാക്കി നൃപനീഹദാശയിൽ. ഇതരേതര ഭേദമറ്റ, പരസ്പര ഭേദമില്ലാതെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് ഇനി പറയേണ്ടതില്ല. അത് അവിടെ നിൽക്കട്ടെ, അതേക്കുറിച്ച് ഇനി പറയേണ്ട ആവശ്യം തന്നെ ഇല്ല. എന്നാൽ രാമൻ തന്നിലുള്ള വിശ്വാസം തന്നെ നശിപ്പിച്ചിരിക്കുന്നു. രാമനെ സംബന്ധിച്ച് ശ്രുതമായ, രാമനെ സംബന്ധിച്ച് കൃതജ്ഞഭാവവും ഇല്ലാതാക്കി തീർന്നിരിക്കുന്നു, നന്ദിഭാവം പോലും ഇല്ലാതായി തീർന്നിരിക്കുന്നു എന്നാണ്. അത്രത്തോളം നിരാശയിലേക്കാണ്, രാമനെ സംബന്ധിച്ച് നിരാശയിലേക്കാണ് സീത എത്തിച്ചേർന്നിരിക്കുന്നത്. രുചയാർന്നു മകം കനിഞ്ഞുതൻ പ്രജയെപ്പോറ്റു മുറുമ്പു പോലുമേ, സുജനാഗ്രണി കാട്ടിലൻ പ്രിയൻ നിജഗർഭത്തെ വലിച്ചെറിഞ്ഞതേ. ഒരു ഉറുമ്പ് പോലും എത്രത്തോളം ക്ലേശകരമായിട്ടാണ് തൻ്റെ സന്തതിയെ, തൻ്റെ പ്രജകളെ പോറ്റുന്നത്. സീത സൂചിപ്പിക്കുന്നത് അതാണ്. മറ്റൊന്നുമില്ലെങ്കിൽ പോലും ജന്തുസഹജമായ സന്താന സ്നേഹമെങ്കിലും അദ്ദേഹത്തിനുണ്ടാകണമായിരുന്നു. തൻ്റെ പ്രവൃത്തിയിൽ നിന്നും അതുപോലും കാണുന്നില്ലല്ലോ. എത്രത്തോളം നിന്ദ്യമായിട്ടാണ്, നീചമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. തൻ്റെ ഭാര്യയെ, തൻ്റെ ജന്തുസഹജമായ സ്നേഹം പോലും കാണിക്കാതെ തൻ്റെ ഭാര്യയെ കാട്ടിൽ ഉപേക്ഷിക്കുകയാണ്. ഗർഭിണിയായ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുകയാണ്. അത് ഏറ്റവും നീചമായിട്ടുള്ളൊരു പ്രവൃത്തിയായിട്ടാണ് സീത കരുതുന്നത്. ശ്വശുരൻ ബഹുയജ്ഞദീക്ഷയാൽ അശുഭം നീക്കി ലഭിച്ച നന്ദനൻ, പിശുനോക്തികൾ കേട്ട് പുണ്യമാം ശിശുലാഭോത്സവമുന്മതിച്ചിതേ. ശ്വശുരൻ ദശരഥൻ പുത്രകാമേഷ്ടിയാഗം നടത്തിയിട്ടാണ് രാമനെ ലഭിച്ചത് എന്നതോർക്കണം. ആ രാമനാണ് ചില നുണയന്മാരുടെ വാക്കുകേട്ട് ഇതുപോലെയുള്ള നീച പ്രവൃത്തി ചെയ്തത്. അദ്ദേഹം ചെയ്തതെന്താ? പുത്രജനനത്താലുള്ള സന്തോഷം തന്നെ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. തൻ്റെ സുഖത്തെ മാത്രമല്ല, കുലത്തിൻ്റെ നിലനിൽപ്പിനെ കൂടി വിസ്മരിച്ചുകൊണ്ടാണ് രാമൻ ഇപ്രകാരം ചെയ്തിരിക്കുന്നത്. അത് അവിവേകമാണ് എന്നാണ് സീത പറയുന്നത്. രാമൻ ആദ്യമായിട്ടല്ല ഇങ്ങനെയുള്ള അവിവേകം ചെയ്യുന്നത്. അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു അവിവേകത്തെ സീത ഓർക്കുകയാണ്. അരുതോർക്കിൽ നൃപൻ വധിച്ചു നിഷ്കരുണം ചെന്നൊരു ശുദ്രയോഗിയെ, നിരൂപിക്കിൽ മയക്കി ഭൂപനെ തരുണീപാദജഗർഹിണീ ശ്രുതി. ശംഭുകൻ എന്ന ഒരു ശുദ്രയോഗി ഉണ്ടായിരുന്നു. അദ്ദേഹം കാട്ടിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കെ യാതൊരു പ്രകോപനവുമില്ലാതെ രാജാവ് അദ്ദേഹത്തെ നിഷ്കരുണം വധിച്ചു കളയുകയാണ്. എന്തിനാണ് ശുദ്രയോഗിയായ ശംഭുകനെ വധിച്ചത് എന്ന ചോദ്യത്തിന് രാമന് ഉത്തരം പറയാനില്ല. ഇത് ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള, നിന്ദ്യമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ഏറ്റവും വലിയ അനീതിയാണ് രാമൻ ശംഭുകനോട് ചെയ്തിട്ടുള്ളത്. രാമായണത്തിൽ രാമനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണിത്: ശംഭുകനെ എന്തിനാണ് കൊന്നത് എന്ന്. കുമാരനാശാൻ്റെ സീത അതിന് ഉത്തരം കണ്ടെത്തുന്നുണ്ട്. രാമൻ എന്ന രാജാവ് പിന്തുടരുന്ന ധർമ്മമുണ്ടല്ലോ, ആ ധർമ്മം സ്ത്രീജനങ്ങളെയും ശൂദ്രജനതയുടെയും സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒന്നാണ്. ആ ധർമ്മമാണ്, സ്ത്രീജനതയുടെയും ശൂദ്രജനതയുടെയും സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ധർമ്മം തന്നെയാണ് ശംഭുകനുമേൽ പ്രയോഗിച്ചത്. അതേ ധർമ്മം തന്നെയാണ് രാമൻ സീതയിലും തന്നിലും ചെയ്തിരിക്കുന്നത് എന്നാണ് സീത കണ്ടെത്തുന്നത്. ഇത് ധർമ്മമല്ല, അധർമ്മമാണ് എന്നാണ് സീത പറയുന്നത്. ഈ അധർമ്മമാണ് ശംഭുകനിലും തന്നിലും രാമൻ പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് സീത പറയുന്നു. അരുതോർക്കിൽ എന്നാണ്. എനിക്കത് ആലോചിക്കാനേ വയ്യ, ഓർക്കാൻ പോലും വയ്യാത്ത ഒന്നാണ് ശംഭുകവധം.
സീത ആരുടെ പക്ഷത്താണ് എന്ന ഒരു ചോദ്യമുണ്ടല്ലോ. കുമാരനാശാൻ്റെ സീത ആരുടെ പക്ഷത്താണ്? കുമാരനാശാൻ്റെ സീത സ്ത്രീപക്ഷത്താണ്, ദലിത് പക്ഷത്താണ്, സ്വാതന്ത്ര്യത്തിൻ്റെ പക്ഷത്താണ് എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ വരികൾ. രാമൻ്റെ അവിവേകത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനമായ തെളിവാണ് ഇത്. അതോടൊപ്പം തന്നെ രാമൻ പിന്തുടരുന്ന ധർമ്മശാസ്ത്രങ്ങളെ, സ്ത്രീ വിരുദ്ധമായിട്ടുള്ള, ദലിത് വിരുദ്ധമായിട്ടുള്ള, ശൂദ്രവിരുദ്ധമായിട്ടുള്ള ധർമ്മശാസ്ത്രങ്ങളെ അക്ഷരാർത്ഥമായി അനുഷ്ഠിക്കാൻ രാമൻ തുടങ്ങിയതിൻ്റെ ദോഷഫലമാണ് ഇതെല്ലാം എന്നും അതുതന്നെയാണ് താൻ അനുഭവിക്കുന്നത് എന്നും സീത പറയുന്നു. അടുത്ത വരി നോക്കൂ. സഹജാർദ്രത ധർമ്മമാദിയാം മഹനീയാത്മഗുണങ്ങൾ ഭൂപനെ സഹധർമ്മിണിയാൾക്ക് മുമ്പുഹാ സഹസാ വിട്ടുപിരിഞ്ഞുപോയി താൻ. രാമന് ഉത്കൃഷ്ടമായിട്ടുള്ള മനോഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സീതയെ ഉപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ അത് അദ്ദേഹത്തെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. അതായത് രാമൻ്റെ മനോഗുണങ്ങളൊക്കെ തന്നെ എന്നേ നശിച്ചു പോയിരിക്കുന്നു. ആ നശിച്ചു പോയതിൻ്റെ അങ്ങേ അറ്റമാണ് ഈ പറയുന്നതെല്ലാം, ഈ കാണുന്നതെല്ലാം അതിൻ്റെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ സീതയെ ഉപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം, ഈ മനോഗുണങ്ങളെല്ലാം അദ്ദേഹത്തിന് നഷ്ടമായിട്ടുണ്ട്, അദ്ദേഹത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. സീത അത് പറയാൻ കാരണമെന്താണ്? രാമൻ ചെയ്തിട്ടുള്ള ഇപ്രകാരമായ ഓരോ അവിവേകങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സീത ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ രാമൻ്റെ ഉത്കൃഷ്ടമായിട്ടുള്ള മനോഗുണങ്ങളെല്ലാം സീത വിട്ടുപോകുന്നതിന് മുമ്പ് തന്നെ രാമനെ വിട്ടുപോയിരിക്കുന്നു എന്നും അതിനുശേഷം ചെയ്തതെല്ലാം അപരാധങ്ങൾ മാത്രമാണ് എന്നും സീത ഓരോ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാമനെ ചോദ്യം ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ സീത ഉന്നയിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് രാമന് ഉത്തരമില്ല. രാമൻ്റെ അനീതിയെയാണ് സീത ചോദ്യം ചെയ്യുന്നത്. രാമൻ ചെയ്യുന്ന നന്ദികേടാണ് സീത ചോദ്യം ചെയ്യുന്നത്. രാമൻ തന്നോട് കാണിച്ചിട്ടുള്ള അനീതി, ഇതിനൊന്നും, ഈ ചോദ്യങ്ങൾക്കൊന്നും രാമന് ഉത്തരമില്ല തന്നെ. ഈ കവിതയുടെ, ഈ കാവ്യഭാഗത്തിൻ്റെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സീതയുടെ ഈ ചോദ്യങ്ങൾ രാമനിലേക്ക് മാത്രമല്ല, അത് സീതയുടെ മാത്രം ചോദ്യമല്ല, അത് സ്ത്രീ ജനതയുടെ ചോദ്യവും അത് ചെന്ന് തറയ്ക്കുന്നത് പുരുഷാധിപത്യ വ്യവസ്ഥയ്ക്കു നേരെയാണ്, ബ്രാഹ്മണാധിപത്യ വ്യവസ്ഥയ്ക്ക് നേരെയാണ്. അതുകൊണ്ട് തന്നെ സീതയുടെ ചോദ്യങ്ങൾ അത് സ്ത്രീ ജനതയുടെ ചോദ്യമായി മാറുന്നു. ഉത്തരം പറയേണ്ടത് പുരുഷാധിപത്യ വ്യവസ്ഥിതി തന്നെയായി മാറുന്നു. ഇവിടെയാണ് കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീത എന്ന കാവ്യം ഏറ്റവും സമകാലികമാവുന്നത്. കവിത അത് എഴുതിയ കാലത്ത് മാത്രമല്ല, വായിക്കപ്പെടുന്ന കാലത്തുകൂടി പ്രസക്തമാകുമ്പോഴാണ് അതിന് നിലനിൽപ്പുണ്ടാകുന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ ചിന്താവിഷ്ടയായ സീത എന്ന കവിതയ്ക്ക് ഏറ്റവും പ്രസക്തിയുള്ള കാലം കൂടിയാണ് ഇത് എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള ഭാഗം. ഇതിനുശേഷം വീണ്ടും ശ്രീരാമൻ്റെ സ്വഭാവത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച്, അദ്ദേഹം ചെയ്തിട്ടുള്ള നീതികേടുകളെക്കുറിച്ചൊക്കെ സീത വീണ്ടും പറയുന്നുണ്ട്. രാമൻ ചെയ്തിട്ടുള്ള ചില എടുത്തുചാട്ടങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. സുഗ്രീവനോട് സഖ്യം ചെയ്തതും ബാലിയെ ഒളിയമ്പെയ്ത് കൊന്നതുമൊക്കെ സീത ഇവിടെ ആലോചിക്കുന്നുണ്ട്, ചിന്തയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ രാമനോട് തോന്നിയിട്ടുള്ള ഈർഷ്യ മുഴുവൻ അനുകമ്പയായി തീരുന്നത് കാണാം. പിന്നീട് അത് ആത്മവിമർശനമായി തീരുന്നു. ആ ആത്മവിമർശനത്തിൻ്റെ സമയത്താണ് താൻ മൂലം എത്രയെത്ര സ്ത്രീകൾ വിധവയായി, എത്ര കുട്ടികൾക്ക് അച്ഛനില്ലാതെയായി, ആ വലിയ യുദ്ധത്തെക്കുറിച്ച് സീത ഓർക്കുന്നു. അത് ആത്മനിന്ദയായി മാറുന്നു. പിന്നീട് അവൾ എല്ലാവരോടുമായി യാത്ര പറയുന്നതായി കാണാം. ആ യാത്ര പറച്ചിലാണ് സീത ഉറപ്പിച്ച ഒരു യാത്രയായിരുന്നു അത് എന്നും ശ്രീരാമസന്നിധിയിൽ വെച്ച് സീതയുടെ പരിത്യാഗം ഒരു ആത്മഹത്യയായിരുന്നു എന്നും കരുതാൻ ന്യായമുണ്ട് എന്ന് നിരൂപകർ പറയുന്നതിൻ്റെ അർത്ഥമതാണ്. ഇങ്ങനെ സ്ത്രീ ചിന്തയുടെയും സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെയും ആശയാവലികളാണ് സീതയിലൂടെ കുമാരനാശാൻ മലയാള കാവ്യലോകത്തിന് സമ്മാനിച്ചിരിക്കുന്നത്. ഈ പാഠഭാഗത്ത് വളരെ ചുരുങ്ങിയ രീതിയിലുള്ള അവതരണമാണ് നടത്തിയിട്ടുള്ളത്. കൂടുതൽ വായന ആവശ്യമുള്ളതാണ്. ആ രീതിയിലുള്ള വായനയിലേക്ക് എല്ലാവർക്കും കടന്നു വരാൻ സാധിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.